ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഹീറോയിനെ മാരേജ് ടൈം വന്നായിരുന്നു. ഹീറോയിക്ക് മണ്ഡപത്തിരുന്ന് ഏഴ് ബോയ്സ് കൂടെ മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഓരോരോ ചടങ്ങെല്ലാം നടങ്ങാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി സന്തോഷത്തിൽ അവരെ കൂടെ ഇരുന്നായിരുന്നു. നഞ്ചൂൻ പറയാൻ തുടങ്ങി, അങ്ങനെയായിട്ട് ആ വീട്ടിൽ ഹീറോയിൻ കൂടെ ഉണ്ട്. അങ്ങനെയായിട്ട് 7 പേര് പറയാൻ തുടങ്ങി, നമുക്ക് കുറേയൊക്കെ പോകാമെന്ന്. ഹീറോയിൻ കൂടെ അങ്ങനെ ഇന്ത്യയിൽ ഫുൾ പ്ലേസ് കറങ്ങായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് പോകും, ഫ്ലൈറ്റിൽ കയറും. അങ്ങനെ എൻ്റെ കൂടെ താമസിച്ചായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ച് നോക്കുമ്പോൾ അങ്ങനെയായിട്ട് അവർ കുറച്ച് സംസാരിച്ച് പോവായിരുന്നു. നഞ്ചൂനക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ അവിടെ നടക്കുന്നതെന്ന് നഞ്ചൂൻ കേട്ടായിരുന്നു. അങ്ങനെ ഒരാളെ വെച്ച് കേട്ടായിരുന്നു. അവിടെ ഹോട്ടലിൽ ഒരു മാനേജറിനെ പിടിച്ച് കേട്ടായിരുന്നു. അവരെന്തോ ഒരു വീട്ടിനെ കുറിച്ച് ഒരു ട്രീനെ കുറിച്ച് പറയാം. അതെ സാറേ, ആ ഒരു ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീയിൽ പറഞ്ഞ അവർ അപ്പം ഇങ്ങനെ കടന്നിട്ട് പോകണം. മാത്രം ഒരു ഗ്രാമത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എന്ത് പ്രശ്നവും എന്നാൽ നഞ്ചോൺ കേട്ടായിരുന്നു. സാർ, ഒരു പ്രശ്നമുണ്ട്, നടന്ന കാര്യം നഞ്ചോണ് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, ആ ഗ്രാമത്തിൽ എന്ത് പ്രശ്നമുണ്ട് എന്നാൽ നഞ്ചോൺ കേട്ടായിരുന്നു. നഞ്ചോൺ പറഞ്ഞുകൊണ്ട് ശരി, ഓക്കെ, നഞ്ചോണ്ട് ഫുൾ ധോരി പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. ഇതായിട്ട് നഞ്ചോൺ പറഞ്ഞു, അവിടുത്തെ ഗ്രാമത്തലവൻ. അതെ സാർ, ഇവിടുത്തെ ഗ്രാമത്തലവൻ വന്നിട്ടുണ്ടോ? അങ്ങനെ നഞ്ചോൺ ശരി, ഓക്കെ, എനിക്ക് ഗ്രാമത്തലവനോട് കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഗ്രാമത്തലവൻ വന്നായിരുന്നു. നഞ്ചോന് സംസാരിക്കാനായിരുന്നു. നഞ്ചോൻ പറഞ്ഞു, എന്താ പ്രശ്നം, എന്താ ചരിത്രം പറ. അതിലൊരു മീനാക്ഷി പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അച്ഛനും ഒരമ്മയും അവർക്കൊരു അനിയനും ഒരു ഫാമിലി ഉണ്ടായിരുന്നു. സന്തോഷം ജീവിച്ചായിരുന്നു. അവൾ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒരു വേലക്കാരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടും വേറെ ഗ്രാമത്തിൽ പോയി ജോലി ചെയ്യണം. അവിടുത്തെ വേറെ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ തലവേണ്ട മോൺമെൻറ്റിൽ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം പെണ്ണിൻ്റെ ടാബിന് ഇവിടെ നിന്ന് തൂങ്ങിട്ട് വെച്ച് അങ്ങനെ പഴി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയായിട്ട് ഇവിടേക്കെല്ലാം അത് വന്നായിരുന്നു. അത് എന്ത് ചെയ്യാനറിയില്ല. അങ്ങനെയായിട്ട് പറയായിരുന്നു. ശരി, ഓക്കെ. അപ്പോൾ നഞ്ചൂർ പറഞ്ഞു, അത് ഞാൻ സോൾവ് ചെയ്യാം, അതിൻ്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യുന്നു. അങ്ങനെ നഞ്ചൂർ പറഞ്ഞു, ശരി, ഓക്കെ, എനിക്ക് കുറച്ച് നാളുള്ളൂ. ഇങ്ങനെ ഫ്ലൈറ്റിൽ പറഞ്ഞ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നഞ്ചൂർ പറഞ്ഞു, നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൽ കുറച്ചൊരു പ്രശ്നമുണ്ട് പറഞ്ഞു. അതുകൊണ്ട് ശരി, ഓക്കെ, ഇത് സോൾവ് ചെയ്ത് പറഞ്ഞ് നഞ്ചൂൻ ഗ്രാമത്തിലേക്ക് വന്നായിരുന്നു. അങ്ങനെ മേരത്തെ നോക്കും, മേരത്തിനെ കണ്ട് നഞ്ചൂർക്ക് മനസ്സിലായി. എടാ, നഞ്ചൂൻ പറഞ്ഞ ഒരു നാൾക്ക് ഒന്നും മനസ്സിലായിരുന്നു. നഞ്ചൂർക്ക് പറഞ്ഞ ഒരു പവർ പറഞ്ഞാൽ അവർക്കൊരു പവർ കിട്ടായിരുന്നു. ശരി, ഓക്കെ, ഇത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. നഞ്ചൂർക്ക് ഒരു സൂപ്പർ പവർ കിട്ടിയായിരുന്നു. അത് പറഞ്ഞാൽ ഒരു പവർ നഞ്ചൂർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ശരി, ഓക്കെ, അങ്ങനെ നഞ്ചൂൻ പറഞ്ഞാൽ മതി, നഞ്ചൂർ പ്ലാൻ ചെയ്താൽ മതി. ആ പ്രേതത്തിൻ്റെ കേട്ടായിരുന്നു. ശരി, ഓക്കെ, പ്രേതത്തിന് ശരി, ആരാണ് അത് ആളെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ആ പ്രേതത്തിനോട് ചോദിച്ച പ്രേതം നല്ല പ്രേതമാണ്. മാത്രം പലിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേര് ആ പ്രേതത്തിനെ ടോർച്ചർ ചെയ്തത്. അതുകൊണ്ട് പലിയും വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ആരും ഞാൻ ഗ്രാമത്തിനോട് കൊന്നില്ല, എന്നെ ഇത് ടോർച്ചർ ചെയ്തവർ മാത്രം ഞാൻ കൊന്നതാണ് പ്രേതം പറഞ്ഞു. ഇനി ഇവിടെ ഉണ്ടോ എന്ന് ഇവിടുത്തെ കൊന്നിട്ടാണ് എനിക്ക് അവിടെ മാത്രം ഉള്ളതെന്ന് പ്രേതം പറഞ്ഞു. ശരി, അത് വരുത്താം. അങ്ങനെ ഫുള്ള് ഗ്രാമത്തിൽ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇവിടെ പൊതലുണ്ട്, അത് ഇതെന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ശരി, ഇങ്ങനെ ആടാൻ പറഞ്ഞ ഒരാളോട് നിങ്ങൾ ആ ഗ്രാമത്തിൽ പോകും, ഏത് പ്ലേസ് എന്ന് അഡ്രസ്സ് അല്ലേ ഇപ്പോൾ പ്രേതം പറഞ്ഞ്. ആ പ്ലേസിൽ ഇങ്ങനെ പോയിട്ട് കുറച്ച് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് കാശ് കൊടുത്തിന് അവരേ സൈഡിൽ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടുത്തെ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ഒരു വയസ്സായിരുന്നു. വയസ്സ് പറഞ്ഞ് 55 അതെ, ആ പ്രേതത്തിന് ലവ് ചെയ്ത് പറ്റിച്ച അയാളാണ്. അതേക്കൊണ്ട് അയാൾക്ക് കേട്ട എന്ത് പൊതലുണ്ടാ. ശരി, ആ പ്രേതത്തെ അയാൾക്ക് മറന്നു പോയിരുന്നു. വയസ്സായില്ല. അങ്ങനെ ആയിട്ട് വന്നു. അങ്ങനെ ആൾക്കാർ വന്നു. അയാളെ മകൻ അങ്ങനെ വന്നിട്ട് അവിടെ ആ ട്രീ പ്ലേസിലേക്ക് വന്നായിരുന്നു. അങ്ങനെ വന്നപ്പോൾ മകൻ വന്നായിരുന്നു. മകൻ പറഞ്ഞ ഇങ്ങനെ തണ്ണി കുടിക്കാൻ പോകുന്നതെന്ന് മകൻ പോയിരുന്നു. മകൻ മോശമില്ല, മകൻ പോയായിരുന്നു. മകൻ പറഞ്ഞ് തണ്ണി കുടിക്കാൻ പോകുന്നതിനകത്ത് പോയായിരുന്നു. അവിടെ മകൻ പറഞ്ഞ്, അച്ഛാ നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെ കുറച്ച് ബോഡി ഗാർഡ് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അപ്രേതങ്ങൾ മോഹൻ തണ്ണി കുടിക്കാൻ പോകുന്നു പറഞ്ഞായിരുന്നു. അടിയാളുണ്ടായിരുന്നു. അതെ, അയാൾ
ഇങ്ങനെ കുറേ കെട്ടുകാര്യം ചെയ്യും. അടിയാളും അവർ ചെയ്യായിരുന്നു. അങ്ങനെ കൊണ്ട് മണ്ണ് തോണ്ടുമ്പോൾ പ്രേതം വന്ന് അവരെ പിടിച്ച് പ്രേതത്തെ കണ്ട് നീ നീ എന്ന് കേട്ടായിരുന്നു. ഞാൻ മറന്നു. ഇനി റൂപ്പ കണ്ട് പ്രേതത്തെ കണ്ട് അയാൾ ഷോക്കായിരുന്നു. നീ അവളല്ലേ? അതെ, ഞാൻ അവൾ തന്നെയാണ്. നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞത് ഞാൻ പളിമങ്ങാതെ മുട്ടാല എന്ന് പറഞ്ഞു. അയാൾ നിൽക്കുന്നൊക്കെ നീ പാലസ് എന്താ പാലസാ എന്നാൽ ഒരുപാട് ചിരിക്കായിരുന്നു. അതെ, ഞാൻ പാലസിലുണ്ടായിരുന്നു. അങ്ങനെ പ്രേതം പറഞ്ഞ എങ്ങനെ വന്ന് പറഞ്ഞാൽ പ്രേത പാലസിലുണ്ടായിരുന്നു. അതെ, അവിടെ ഒരു നടുവിൽ പറഞ്ഞ് ട്രീയിൽ വന്ന് പാലസിലുണ്ടായിരുന്നു കുറച്ച് പ്രശ്നം. അതെ, ഞാൻ പാലസിലുണ്ടായിരുന്നു. അങ്ങനെ പ്രേത പാലസിലുണ്ടായിരുന്നു. അവിടെ ഒരു പാലസ് ഉണ്ടായിരുന്നു. പാലസിനകത്തുണ്ടായിരുന്നു പ്രേത. അങ്ങനെ ആ പാലസിൽ വെച്ചിട്ടാണ് അവളെ അതെ ആ പ്രേതത്തിനെ കൊന്നത്. ആ പാലസിലുണ്ടായിരുന്നു. അതിലൊരാൾ കുടിയേറി തുറന്നായിരുന്നു. അങ്ങനെ ആ ട്രെയിനിൻ്റെ അടുത്ത് വന്നിരുന്നു പ്രേതത്തിന് കാക്കായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇത് പ്രേതം ചിരിച്ചിട്ട് പറയുന്നത് എന്താ എന്നെ പാലസിനകത്ത് ഇട്ട് അങ്ങനെ പറഞ്ഞ അവളെന്നെ കൊന്നു കളഞ്ഞെന്ന്. പ്രേത ചിരിക്കാരന് എൻ്റെ ആത്മാവ് ശാന്തി കിട്ടാൻ പോകുന്നു എന്നെ പ്രേതം. അവർ 7 വരെ നോക്കി ഡാൻസ്. ബാക്കിയവർക്കുള്ള ഡാൻസ് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പ്രേതം ആത്മാവ് ശാന്തിയായിരുന്നു. അങ്ങനെ പാലസ് പറഞ്ഞു അതിലൊരു കഷ്ടപ്പെട്ട് അവർ താമസിക്കുന്നു. അതേ പറഞ്ഞ് അവർക്ക് പാലസ് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് അതെ ചെറിയ ഹോട്ടൽ റൺ ചെയ്യാം. അവരോട് പറഞ്ഞ് നിങ്ങളെ പാലസ് അല്ലേ? അതെ സാർ, എന്താ ചെയ്യാം? ഇനി പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആ പാലസിലിരുന്നോ. ഒരുപാട് കഷ്ടത്തിൽ കടത്തിലുണ്ടായിരുന്നു. താങ്ക് യു ഒരുപാട് സാർ, വിഷമിക്കാണ്ട് നിങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഹോട്ടൽ റൺ ചെയ്യുന്നതാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവിടുന്ന് പോയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് വന്നായിരുന്നു. അവർ പിന്നെ കൊറിയക്ക് പോയി അവിടെ സെറ്റിലായി. ഹീറോയി കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ബേബീസ് പറയാൻ തുടങ്ങി മമ്മി ഇങ്ങനെ ടോർച്ചറൊന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ടെന്ന്. കുട്ടികൾ ഓടി കളിക്കുമായിരുന്നു. ഹീറോ തല കൈ വെച്ച് അയ്യോ ഈ കുട്ടികൾ വെച്ച് എന്താ ചെയ്യാത്തത്. പിന്നെ ഹാപ്പി ഫാമിലി ഫോട്ടോസ് നന്നായിട്ട് എടുക്കായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.